ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു പായസമാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിനു വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സാഗോസീഡ് അഥവാ ചൗവരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പൊ നമ്മൾ പാകം ചെയ്യുന്ന വെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കണം. കാരണം നമ്മൾ ഈ വെള്ളവും കൂടി ചേർത്താണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ കുതിർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പൊ ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ച ചവ്വരി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും, അധിക സമയമൊന്നും എടുക്കൂല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കാരണം ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അതൊരു ജെല്ലി പോലെ ആവും. അപ്പൊ നന്നായിട്ട് വെന്തെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. കുറച്ചും കൂടി സമയം ഇതുപോലെ വേവിച്ചെടുത്താൽ ശരിക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ ഇവിടെ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ജെല്ലി പോലെ ആയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ആ ഒരു പാകം. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാല് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു 1/4 ഭാഗം പാലെങ്കിലും വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല തിക്കായി വരുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. നല്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവുമല്ലോ. ഇവിടെ സേമിയ റെഡി ആയിട്ടുണ്ട്. സേമിയ പെട്ടെന്ന് കുക്കാവും, അതുകൊണ്ട് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതെ ഒന്ന് സൂക്ഷിക്കുക. നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ആ സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് ബ്രൗൺ ആകുന്ന സമയത്ത് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരിയും പെട്ടെന്ന് പാകാവും. ജസ്റ്റ് ഒന്നത് പൊങ്ങി വരികയേ വേണ്ടും. നമ്മുടെ മുന്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതും ഈ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഞാൻ ഓയിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് വരും, കാരണം ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അധികം സമയമൊന്നും എടുക്കൂല. ജസ്റ്റ് ഒന്നത് ഒരു ചൂടായി കിട്ടിയാൽ മതി. അപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പൊ ഒന്ന് സോഫ്റ്റ് ആയാലും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ പാല് നന്നായിട്ട് വറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പൊ സേമിയ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു കളറാണ്, കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആണ്. പിന്നെ ഇതും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ്
നല്ല ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ബാക്കി അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ്പ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി സെർവ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെയായി വരാം. താങ്ക് യു.